അങ്ങനെ CPM-ഉം പ്രത്യേകിച്ച് ഇടതുമുന്നണിയും തെരഞ്ഞെടുപ്പിന്റെ അതിന്റെ ഏറ്റവും വലിയ പോരാട്ടത്തെ ചിത്രത്തിലേക്ക് ഒരുങ്ങുകയാണ്. സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ ഉണ്ടാകാനാണ് അവരുടെയും ആലോചനകൾ. ഒരുക്കങ്ങൾക്കായി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുകയാണ്. ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചയിലും തിങ്കളാഴ്ചത്തെ മുന്നണി യോഗത്തിലും സ്വീകരിക്കേണ്ട നിലപാടുകൾ ഇന്ന് തീരുമാനിക്കപ്പെടുകയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 86 സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ CPM മത്സരിച്ചത്. അധിക സീറ്റുകൾ ചില ഘടകകക്ഷികൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതിന് CPM ഇത്തവണ വഴങ്ങാൻ സാധ്യതയില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ജനാധിപത്യ കേരള കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ച തിരുവനന്തപുരം സീറ്റിൽ ഏറ്റെടുക്കുന്ന കാര്യത്തിലും ധാരണയുണ്ടായേക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ ആരൊക്കെ മത്സരിക്കണം, 2 ടേം വ്യവസ്ഥയിൽ ഇളവ് എന്നിവയിലും ഇന്നത്തെ യോഗത്തിൽ ഒരു ധാരണ ഉണ്ടാവാനാണ് സാധ്യത. നമുക്ക് വിശദമായി നോക്കാം ആരൊക്കെ എങ്ങനെയൊക്കെ മത്സരിക്കുമെന്ന്. ആദ്യം നോക്കേണ്ടത് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പിണറായി വിജയന് പുറമെ ആരൊക്കെ മത്സരിക്കും എന്ന കാര്യമാണ്. നോക്കൂ, പോളിറ്റ് ബ്യൂറോയിൽ നിലവിൽ പിണറായി വിജയൻ വീണ്ടും മത്സരിക്കുമെന്ന് ഉറപ്പാണ്. രണ്ടാമത്തെ ചോദ്യം വിജയരാഘവൻ, പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവൻ മത്സരിക്കുമോ എന്ന ചോദ്യമാണ്. അതിപ്പോഴും ചില സംശയങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ട്. അദ്ദേഹത്തെ മലപ്പുറം ജില്ലയിലെ ചില സീറ്റുകളിൽ പരിഗണിക്കുന്നു എന്ന സൂചനകൾ വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം MV ഗോവിന്ദൻ എന്തായാലും അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ തവണ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാവില്ലെന്ന് ഉറപ്പാണ്. ഇതാണ് ഒരു സാഹചര്യം. രണ്ടാമത്തെ കാര്യം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ ആരൊക്കെ മത്സരിക്കുമെന്ന ചോദ്യമാണ്. അതിൽ ഒരു കാര്യം വ്യക്തമാണ്, KK ശൈലജ മത്സരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ KK ശൈലജ മത്സരിക്കും. ഒപ്പം P രാജീവ്, ഒപ്പം KN ബാലഗോപാൽ തുടങ്ങിയവരൊക്കെ മത്സരിക്കും എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ മത്സരിക്കുന്നവർ ആരൊക്കെ എന്ന ചോദ്യമുണ്ട്. അതിൽ തോമസ് ഐസക്കിൻ്റെ പേരുണ്ട്, ഒപ്പം EP ജയരാജനുണ്ട്. ഇതൊക്കെ സാധ്യതകളായി പരിഗണിക്കപ്പെട്ടവരാണ്. അപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ KK ശൈലജ മത്സരിക്കും. P രാജീവ് അടക്കമുള്ള മറ്റു പേരുകാരുണ്ട്. ഒപ്പം മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, ഒപ്പം തന്നെ തോമസ് ഐസക്, ഇരുവരും വീണ്ടും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇരുവരെയും കൊണ്ടുവരുമോ എന്നതാണ്. അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുമോ എന്നത് അറിയാം. ഒപ്പം CS സുജാതയ്ക്ക് ഇത്തവണ സീറ്റുണ്ടോ എന്ന മറ്റൊരു ചോദ്യമുണ്ട്. TP രാമകൃഷ്ണൻ ഒരിക്കൽ കൂടി മത്സരിക്കുമോ എന്ന മറ്റൊരു പ്രസക്തമായ കാര്യം കൂടിയുണ്ട്. ഇനി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ആരൊക്കെ മത്സരിക്കും എന്ന ചോദ്യമാണ്. അതിൽ VN വാസവൻ, സജി ചെറിയാൻ, മുഹമ്മദ് റിയാസ് എന്നിവർ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിലവിൽ തന്നെ ഇവരൊക്കെ മന്ത്രിസഭാ അംഗങ്ങളാണ്. സ്വാഭാവികമായും ഇവരൊക്കെ വീണ്ടും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുമെന്നും ഉറപ്പാണ്. സജി ചെറിയാൻ ചെങ്ങന്നൂർ, അദ്ദേഹം പൂർണ്ണമായി 2 ടേം ആയിട്ടുകൂടിയില്ല. സ്വാഭാവികമായി അദ്ദേഹത്തിന് സാധ്യതയുണ്ട്. മുഹമ്മദ് റിയാസ് കഴിഞ്ഞ തവണ വിജയിച്ചാണ്, മത്സരിക്കും. VN വാസവനും മത്സരരംഗത്ത് ഏറ്റുമാനൂരിൽ തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പാണ്. അതിൻ്റെ കളങ്ങളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു, പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതാണ്. മറ്റൊരു കാര്യം M സ്വരാജിൻ്റേതാണ്. M സ്വരാജിന് ഇത്തവണ ഒരു സുരക്ഷിത മണ്ഡലം നൽകുമോ എന്നതാണ്. M സ്വരാജ് മത്സരിക്കുമോ? M സ്വരാജ് സെക്രട്ടേറിയറ്റ് അംഗമാണ്. സ്വരാജിന് ഏത് മണ്ഡലം കിട്ടും? ഒപ്പം PK ബിജു മറ്റൊരു വ്യക്തി കൂടിയാണ്. PK ബിജു നമുക്കറിയാം, മുൻ MP ആണ്, ആലത്തൂർ MP യുമാണ്. ബിജുവിന് ഇനി എവിടെ പരിഗണന എന്നതാണ്. ബിജുവിന് കുന്നംകുളത്തോ തരൂരോ മണ്ഡലങ്ങളിൽ മത്സരിക്കുമോ എന്ന് പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അപ്പോൾ CPM കാത്തിരിക്കുന്ന സസ്പെൻസ് എന്നതാണ് ചോദ്യം. അതിന് ഉത്തരം VV അരുൺ നൽകും. അരുൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, എന്തായാലും സുപ്രധാനമായ തീരുമാനങ്ങളും ആലോചനകളുമാണ്. അരുൺ തന്നെ പല ഘട്ടങ്ങളിലായി CPM-ന്റെ ആലോചനകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ടേം വ്യവസ്ഥയിലെ ഇളവ്, ഒപ്പം തന്നെ ചില പ്രധാന മുഖങ്ങളെ വീണ്ടും പരീക്ഷിക്കാനുള്ള നീക്കം, ഇതൊക്കെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇക്കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് ധാരണ ഉണ്ടാക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കണം. ടേം വ്യവസ്ഥയുടെ കാര്യത്തിൽ ഇന്ന് ധാരണ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. നേരത്തെ തന്നെ ടേം വ്യവസ്ഥ ഒഴിവാക്കാൻ CPM തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു സംഘടനാപരമായ അനുമതി വേണം. അതൊരു പക്ഷേ ഇന്ന് ഉണ്ടായേക്കും. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ മത്സരിക്കണം, ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ ആരൊക്കെ മത്സരിക്കണം, അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ആരൊക്കെ എന്ന കാര്യത്തിലുമൊക്കെ ഒരു ധാരണ CPM ഉണ്ടായിക്കഴിഞ്ഞു. പോളിറ്റ് ബ്യൂറോ യോഗം ഈ മാസം അവസാനം ചേരുന്നുണ്ട്. അവിടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുമെന്ന് ഉറപ്പാണ്. അദ്ദേഹത്തെ കൂടാതെ ആരൊക്കെ മത്സരിക്കുമെന്ന കാര്യമാണ് അറിയേണ്ടത്. അതിൽ വിജയരാഘവൻ മത്സരിക്കാനുള്ള സാധ്യത ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പാർട്ടി നേരത്തെ നിർദ്ദേശിച്ച ആളാണ്. ഇപ്പോൾ പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രം തിരുവനന്തപുരത്തേക്ക് മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പക്ഷേ അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പുറമെ PV-യിൽ നിന്ന് മത്സരിക്കുന്ന രണ്ടാമൻ വിജയരാഘവനാകും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മത്സരിക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയെങ്കിൽ 2 PV മെമ്പർമാർ പിണറായി വിജയനും അതുപോലെ വിജയരാഘവനുമാകാം PV-യിൽ നിന്ന് മത്സരിക്കുക. കേന്ദ്ര കമ്മിറ്റി അംഗമായ KK ശൈലജ ഇത്തവണ മത്സരിക്കുമെന്ന് ഉറപ്പാണ്. ബാലഗോപാലും P രാജീവും വീണ്ടും ജനവിധി രണ്ടുപേരും ഓരോ തവണ മാത്രം മത്സരിച്ചവർ രണ്ടുപേരും മത്സരിക്കുമെന്ന് ഉറപ്പാണ്. EP ജയരാജനും തോമസ് ഐസക്കും പോലുള്ള കഴിഞ്ഞ തവണ മാറിയ നേതാക്കൾ കൂടി വരണമെന്ന ആവശ്യം ശക്തമാണ്. ചില കോണുകൾ അത് ഉയർന്നു വരുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒരു പക്ഷേ
അവരെ കൂടി പരിഗണിക്കുമോ എന്നാണ് അറിയേണ്ടത്. CS സുജാത കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ആലപ്പുഴയിൽ നിന്ന് സുജാത മത്സരിക്കുമോ എന്ന കാര്യത്തിലും ചർച്ചകൾ സജീവമെന്നാണ് ലഭിക്കുന്ന സൂചന. TP രാമകൃഷ്ണൻ ഇടതുമുന്നണി കൺവീനറാണ്. അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യത കുറവെന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞു കേട്ടത്. പക്ഷേ ആ സീറ്റ് കുറച്ച് ശക്തമായ പോരാട്ടം നടക്കുമെന്ന തോന്നലുള്ളതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ഈ സിറ്റിംഗ് MLA-മാർ ഭൂരിഭാഗവും മത്സരിക്കുമ്പോൾ TP രാമകൃഷ്ണൻ കൂടി ഒരു തവണ കൂടി മത്സരിച്ചാലും അത്ഭുതപ്പെടാനില്ല. സെക്രട്ടേറിയറ്റിൽ നിന്ന് VN വാസവനും സജി ചെറിയാനും മുഹമ്മദ് റിയാസും 3 പേരും മന്ത്രിമാരാണ്. 3 പേരും വീണ്ടും മത്സരിക്കും. അതിൽ സംശയം ഒന്നുമില്ലാത്ത കാര്യമാണ്. M സ്വരാജ് 2016 ജയിച്ച ശേഷം പിന്നീട് അദ്ദേഹം 2021 തൃപ്പൂണിത്തുറയിൽ K ബാബുവിനോട് പരാജയപ്പെടുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും പരാജയപ്പെടുന്നു. അദ്ദേഹത്തിന് സുരക്ഷിത മണ്ഡലം നൽകാൻ CPM ആലോചിക്കുന്നുണ്ട് എന്ന സൂചനകളുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഏത് എന്ന കാര്യത്തിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. അല്പസമയത്തിനകം സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിക്കും. PK ബിജു അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ചിട്ടില്ല. 2 തവണ MP ആയിരുന്ന ആളാണ് ആലത്തൂരിൽ നിന്ന്. PK ബിജുവും ഇത്തവണ സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട സാധ്യത തള്ളിക്കളയാനാകില്ല. കുന്നംകുളം, തരൂർ ഉൾപ്പെടെ മണ്ഡലങ്ങളാണ് ബിജുവിന്റെ പേരിൽ പറഞ്ഞു കിടക്കുക. അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മത്സരരംഗത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്ന് ഈ സെക്രട്ടേറിയറ്റിൽ ടേം വ്യവസ്ഥയുടെ കാര്യത്തിലെങ്കിലും ധാരണയുണ്ടാകും. അതുപോലെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ നിന്നും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ നിന്നും ആരൊക്കെ മത്സരിക്കണമെന്ന കാര്യത്തിലും പ്രാഥമിക ചർച്ചയെങ്കിലും ഇന്നത്തെ യോഗത്തിൽ നടക്കും. ഈ മാസം അവസാനത്തോടുകൂടി സ്ഥാനാർത്ഥി പട്ടിക ഏകദേശ രൂപം നൽകാനാണ് CPM ആലോചിക്കുന്നത്. അരുണ്, ഈ കോൺഗ്രസ് ഒക്കെ തിരക്കിട്ട ആലോചനകളാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പോ അതല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്ന ആ ദിവസം തന്നെയോ ആദ്യഘട്ട പട്ടിക പുറത്തുവിടും. ആദ്യവട്ട പട്ടിക പുറത്തുവിടുകയാണ് കോൺഗ്രസിന്റെ ആലോചന. CPM-ഉം അത്ര ഗൗരവത്തിലുള്ള ഒരു നീക്കം തന്നെയാണ് നടത്തുന്നത്. ഇതിൽ ചില കാര്യങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടോ അരുൺ? ഈ ചില പ്രധാന മുഖങ്ങളെ പരീക്ഷിക്കണമെങ്കിൽ, ഉദാഹരണം തോമസ് ഐസക്ക്, EP ജയരാജൻ പോലെയുള്ളവരെ വീണ്ടും കളത്തിലിറക്കണമെങ്കിൽ അവർക്ക് ഏത് മണ്ഡലം കൊടുക്കുമെന്നൊരു വിഷയം കൂടിയുണ്ടോ? അപ്പോൾ അത്തരം ആലോചനകൾ കൂടി നടക്കുന്നുണ്ടോ? അതോ അത് ഈ ചില ചർച്ചകൾക്കും പുറത്തു വരുന്ന അഭ്യൂഹങ്ങൾക്കും അപ്പുറം ഇതൊരു ഗൗരവമായ ആലോചന തന്നെയാണോ CPM നടന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ സമയം പോലും മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടി അദ്ദേഹം പ്രസംഗിച്ചാണ്. ജനങ്ങളെ ആത്മവിശ്വാസത്തോടുകൂടി ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നേരിടണം, ഇലക്ഷൻ നേരിടണം മുഖ്യമന്ത്രി പറഞ്ഞ് അവസാനിപ്പിച്ചതേ ഉള്ളൂ. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ ഇടതുമുന്നണി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തണം. ആ സാധ്യതയുള്ള സീറ്റുകൾ അങ്ങനെ നിലനിർത്തണം. പിടിച്ചെടുക്കാവുന്നിടത്ത് വേണമെങ്കിൽ മുതിർന്ന നേതാക്കളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ നിലപാട് തന്നെയാണ് CPM-നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുമുള്ള സാധ്യതകൾ പരിശോധിക്കുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയാകും ഇത്തവണ ഉണ്ടാവുക. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് ഉണ്ടാകും. തിങ്കളാഴ്ച LDF യോഗം, ഇടതുമുന്നണി യോഗം ചേരുന്നുണ്ട്. തൊട്ടു പിന്നാലെ CPM-ന്റെ സംസ്ഥാന സമിതിയും ചേരും. CPM-ന്റെ സംസ്ഥാന സമിതിയും ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റും ചേരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഗൗരവമുള്ള രാഷ്ട്രീയ ആലോചനകളിലേക്ക് തന്നെയാണ് അരുൺ സൂചിപ്പിച്ചതുപോലെ CPM കടന്നു വരുന്നത്. ആ ആലോചനകളാണ് ഇനി തീരുമാനങ്ങളായി വരുന്നത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് വീണ്ടും മൂന്നാമതും ഇടതുഭരണം, വീണ്ടും സർക്കാരിൻ്റെ ഒരു തുടർച്ച എന്ന ആ നിലപാടിലേക്ക് എത്തുമ്പോൾ അതിനുവേണ്ടി വരുന്ന രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ആലോചന കൂടി ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് കരുതാം. കാരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് CPM-നെ സംബന്ധിച്ച്. നിലവിൽ സർക്കാരിനെതിരെ വീണ വിമർശനങ്ങളുണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുണ്ട്. ഈ സാഹചര്യങ്ങളെ മറികടന്നുകൊണ്ട് എങ്ങനെ വിജയിക്കാമെന്ന രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഒരു വ്യക്തത വരുത്തൽ കൂടി ഒരു പക്ഷേ ഈ സ്ഥാനാർത്ഥി നിർണയ ആലോചനകൾക്കപ്പുറം ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ നടക്കാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.